ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ക്രിയേറ്റിംഗ് സ്റ്റോറീസ് ടുഗദറിൻ്റെ മറ്റൊരു അടിപൊളി എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഓർഗാനിക് ടീ പ്ലാന്റേഷനും അതിനോടനുബന്ധിച്ച് തന്നെയായിട്ടുള്ള ഒരു ഓർഗാനിക് ടീ പ്രോസസ്സിംഗ് സെൻറ്റർ, അത് അവരുടെ ട്രഡീഷണൽ മെത്തേഡ്സിൽ പ്രോസസ്സ് ചെയ്യുന്ന ഒരു ടീ ഫാക്ടറിയും കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ മൂന്നാറിലെ കുളുക്കുമലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നമുക്കവിടെ ചെല്ലുമ്പോൾ തന്നെ അവിടേക്ക് എഴുതി വെച്ചിരിക്കുന്നത് കാണാം. ഈ ഒരു ചെടി നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാനത് ആദ്യമായിട്ട് കാണുവാണ്. ഇത് ഏതാ ചെടിയെന്ന് അറിയാമോ? എനിക്കറിയില്ല കേട്ടോ. ഓക്കെ, ഈ ഒരു ബിൽഡിങ്ങിന് ഭയങ്കര പഴക്കമുള്ളതാണ്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 1946. ഇതിനേക്കാളും പഴക്കമുണ്ട് മെയിൻ ബിൽഡിങ്ങിന്. അത് 1935 തന്നെയാണ് ബിൽഡ് ചെയ്തത്. നമ്മളിപ്പോൾ മെയിൻ ഫാക്ടറിയുടെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഈ കാണുന്നതാണ് മെയിൻ ഫാക്ടറി. നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ടേക്കൂട്ട് മോഡൽ ഒരു ട്രാക്ടർ അവിടെ കിടപ്പുണ്ട്. ഞങ്ങൾ അതിൻ്റെ ചുറ്റും നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു. 1935 ഇവരുടെ മെയിൻ ഫാക്ടറി ബിൽഡിംഗ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏറ്റവും മേലത്തെ നിലയിൽ നിന്നാണ്. ഇവിടെ തന്നെ നമുക്കൊരു ഗൈഡ് അവർ പ്രൊവൈഡ് ചെയ്യും. ആ ഗൈഡ് നമുക്ക് ഫുൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇതെങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം, ഇതെങ്ങനെയാണ് ഇത് ഈ പ്ലക്ക് ചെയ്യുന്ന ലീവ്സ് എങ്ങനെയാണ് ചായപ്പൊടിയായി മാറുന്നത് എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് അവർ നമുക്ക് പറഞ്ഞു തരും. ഇപ്പം നമ്മൾ മുകളിലത്തെ നിലയിലേക്ക് എത്താനായി. എന്നപ്പോൾ വേറെ ആൾക്കാരുണ്ട്, ഒരു ഗ്രൂപ്പ് ടൂർ പോലെ വന്നിട്ടായാലും നമുക്ക് പറഞ്ഞു തരും. ഇതാണ് ഫസ്റ്റ് പ്രോസസ്സ്. ഇത് പറിച്ചുകൊണ്ട് വരുന്ന തേയിലകൾ ഇവരിവിടെ വെയിറ്റ് ചെയ്തിട്ട് അതിന് ശേഷം ഈ ഒരു ഡ്രൈയറിലിട്ട് ഇതിൻ്റെ അടിയിൽ ബ്ലോവറാണ്, ഹൈ പ്രഷറിൽ എയർ വരുന്നുണ്ട് ഫാൻ വെച്ചിട്ട്. അപ്പോൾ അത് വെച്ചിട്ട് ആദ്യം ഇത് നല്ലോണം ഒന്ന് ഡ്രൈ ആക്കി എടുക്കും. എന്നിട്ടാണ് സെക്കൻഡ് പ്രോസസ്സിലേക്ക് പോകുന്നത്. അത് ഇങ്ങനെ ഫുള്ള് ഇവിടെ നിരത്തിയിട്ടേക്കുവാണ്. ഇതിൻ്റെ അടിയിൽ ഇത് മാറ്റി നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നല്ല പവറിൽ കാറ്റിങ്ങനെ മേലോട്ട് അടിക്കുന്നുണ്ട്. അത് വെച്ചിട്ട് ഇതൊരു ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഡ്രൈയിങ് ആണ്. ഇതിന് ശേഷമാണ് സെക്കൻഡ് പ്രോസസ്സിലേക്ക് ഇത് പോകുന്നത്. ഈ കാണുന്നതാണ് ഇവിടുത്തെ ആ ബ്ലോവർ. ഈ ബ്ലോവറിൽ നിന്നുള്ള കാറ്റിൽ നിന്ന് വെച്ചിട്ടാണ് ആ ഒരു ഇല ഉണക്കിയെടുക്കുന്നത്. ഇവിടുത്തെ വിൻഡോ എന്നുള്ള വ്യൂ എല്ലാം അടിപൊളിയാണ്. എവിടെ നോക്കിയാലും ഫുള്ള് പച്ച പെയിൻറ്റ് അടിച്ച പോലെ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് സെക്കൻഡ് പ്രോസസ്സ്. അന്നപ്പോൾ അവിടെ ഡ്രൈ ആയിട്ട് വരുന്ന ലീവ്സ് അവരവിടെ നിന്ന് എടുത്തിട്ട് ഈ ഒരു പോയിന്റിലേക്ക് കൊണ്ടുത്തരും. ഇവിടെ ഒരു കറക്റ്റ് ഒരു ഹോളുണ്ട്. ഇതിനകത്ത് ഈ ലീവ്സ് തള്ളിയിടുന്നത് ഡയറക്റ്റായിട്ട് അവരുടെ മെഷീനിലേക്കാണ് പോകുന്നത്. അമ്മയെ സ്നേഹയാണ് ലീവ്സ് എല്ലാം തള്ളിയിടുന്നത്. ഇവർ നമുക്കൊരു എക്സ്പെരിമെൻ്റൽ സെൻറ്റർ പോലെയാണ് ഈ ഒരു ടീ ഫാക്ടറി പ്രവർത്തിക്കുന്നത്. നമ്മളവിടെ മേലേയും തള്ളിയിടുന്ന ആ ലീവ്സ് എല്ലാം ഡയറക്റ്റ് ഈ മെഷീനിലോട്ടാണ് വന്ന് വീഴുന്നത്. ഈ മെഷീനാണ് ഫസ്റ്റ് സ്റ്റേജ്. അത് അരച്ച് ഒരു പൊടി പോലെ ആക്കിയെടുക്കുന്നത്. അവിടെ നിന്നാണ് സെക്കൻഡ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് കറക്റ്റ് കാണാം, വലിയ മെഷീനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു എക്സ്പെരിമെൻ്റൽ സെൻറ്റർ പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ മാസ് പ്രൊഡക്ഷൻ നടക്കുന്നില്ല. ഇവിടെ വരുന്ന ആൾക്കാർക്ക് പണ്ടത്തെ ടീ പ്രൊഡക്ഷൻ, അതായത് നമ്മുടെ തേയില പണ്ട് എങ്ങനെയാണ് ചായപ്പൊടി ആക്കിയിരുന്ന ആ ഒരു മെത്തേഡാണ് ഈ കാണിക്കുന്നത്. ഇപ്പോൾ കുറേയൊക്കെ മെഷീൻസൊക്കെ മാറിയിട്ടുണ്ട്. ഈ ഒരു മെത്തേഡ്സ് ഒന്നും ഇപ്പോൾ എവിടെയും ഫോളോ ചെയ്യുന്നില്ലെന്നാണ് ഇവർ പറഞ്ഞത്. ഇപ്പം ഇവിടെ വരുന്നവർക്ക് കാണാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒരു സെറ്റാക്കിയിരിക്കുന്ന ഒരു സെൻ്ററാണിത്. സമുദ്രനിരപ്പിൽ നിന്ന് 8000 അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ കൊളുക്കുമല ടീയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയുന്നത് നോ പെസ്റ്റിസൈഡ് ഓർ നോ കെമിക്കൽ ഫെർട്ടിലൈസർ, അങ്ങനത്തെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഫുള്ളി ഓർഗാനിക്കാണ് ഈ ഒരു ടീ പൗഡർ എന്നാണ് അവർ പറയുന്നത്. മാത്രമല്ല, നിങ്ങൾക്ക് മെയിനായിട്ട് ഈ കൊളുക്കുമല എല്ലാവരും വരുന്നത് കൊളുക്കുമല സൺറൈസ് കാണാനാണ്. സൺറൈസിന് ശേഷം ആ ജീപ്പുകാർ തന്നെ നമ്മളെ ഈ ടീ ഫാക്ടറിയിലോട്ട് കൊണ്ടുവരുന്നതാണ്. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇതാണ് ഇവരുടെ മെയിൻ പവർ സപ്ലൈ റൂം. ഇവിടെ പണ്ടത്തെ സർട്ടിഫിക്കറ്റ്സും അവരുടെ ഇൻസ്പെക്ഷൻ ഡീറ്റെയിൽസും അത് ഇതുപോലെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. എല്ലാം പഴയതാണ്. നമുക്ക് കാണാൻ ഭയങ്കര ഇതാണ്. ഇവരൊരു മോണമെൻ്റ് പോലെ ഇത് സൂക്ഷിക്കുന്നതാണ്. ഇത് ഇവിടെയാണ് നമ്മുടെ ഫൈനൽ പ്രോസസ്സ് നടക്കുന്നത്. അതായത് അരച്ചിട്ട് നമ്മൾ കാണുന്ന അതേ ഒരു ഫോമിലേക്ക് തേയില മാറുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. നമുക്ക് ഈ ഫാക്ടറിയുടെ പുറത്ത് തന്നെ ഒരു ടീ കൗണ്ടർ ഉണ്ട്. അപ്പോൾ ഇവരുടെ തന്നെ ചായപ്പൊടി വെച്ചിട്ടുള്ള 3-4 ടൈപ്പ് ഓഫ് ചായ അവരവിടെ കൊടുക്കുന്നുണ്ട്. പോരാത്തതിന് ഇവരുടെ ചായപ്പൊടി നമുക്ക് അവിടുന്ന് വാങ്ങാൻ സാധിക്കും. ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നിടം വരെ ഗുഡ് ബൈ.